ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഞാനിന്നൊരു പുതിയ പരീക്ഷണം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കുറേ മുന്നേ പണ്ടറ്റാൻ കഴിച്ചതാണ്, ഉണ്ണിത്തട്ട വെച്ചിട്ടൊരു കട്ട്ലേറ്റ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നൊരു ഉണ്ണിത്തട്ട കിട്ടിയപ്പം അത് വെച്ചിട്ട് നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പേരിക്ക് അരിയും പോലെ ഉണ്ണിത്തട്ട നല്ല രീതിയിൽ അരിഞ്ഞ് പച്ചവെള്ളത്തിൽ വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ കഴുകി കറ കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. അത് തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി 2 മുട്ട ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് 2-3 ബ്രെഡ് എടുക്കുന്നുണ്ട്. അത് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ ഫൈൻ പൗഡറായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി ഉണ്ണിത്തട്ട, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് സവാള കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടി. അത് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഫോർക്ക് വെച്ചോ എങ്ങനെ സ്പൂൺ വെച്ചോ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക. കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ഈ വിഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ണിത്തട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. ഇനി പച്ചമുളക്, സവാള എന്നിവ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വാടി വരണം. അപ്പോൾ അത് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി പൊടികളായിട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഗരം മസാല എന്നിവ ചേർക്കുന്നുണ്ട്. അതും കൂടെ നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ. പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് അതിലേക്ക് നമ്മുടെ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട്. ആ ഉരുളക്കിഴങ്ങ് മസാല കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മുളകും ഒക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉണ്ണിത്തട്ട അരിഞ്ഞു വെച്ചതുകൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റ് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. ഉണ്ണിത്തട്ടയ്ക്കൊന്നും അത്ര വേവില്ല. നമ്മൾ ഉപ്പേരിയൊന്നും വെക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഉപ്പേരി വെക്കാറ്. അപ്പോൾ അതാ എല്ലാം മിക്സ് ചെയ്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിയുന്നവരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഒന്ന് തണിയുന്നവരെ കാത്തിരിക്കുക. ഇത് നമുക്കിനി ഉടച്ച് കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് ഉരുട്ടി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വട്ടത്തിൽ നമ്മുടെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വട്ടത്തിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളകളും സെറ്റാക്കി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ച കട്ട്ലേറ്റിൻ്റെ ഉണ്ണിത്തട്ട മുട്ടയിൽ മുക്കി ഇനി ബ്രെഡ് ക്രംസിലൂടെ മുക്കിയതിന് ശേഷം ചൂടായി വരുമ്പം നല്ല രീതിയിൽ തിളച്ച് വരണം കേട്ടോ വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ചൂടായ എണ്ണയിലേക്കാണ് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 2 ഭാഗവും തിരിച്ചും മറിച്ചുവിട്ട് വേവിച്ചെടുക്കണം. കരിയാതെ ശ്രദ്ധിക്കണം. അപ്പം ബ്രെഡും മുട്ടയൊക്കെയാണ്, പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വശവും പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാനിൻ്റെ കട്ട്ലേറ്റൊക്കെ ഇവിടെ സെറ്റാക്കി മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്താ പറയുക, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കുറച്ച് സോസും കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു.
ഇനി വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.